വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മളെ എല്ലാ പ്രേക്ഷകർക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇന്ന് എവിടെയാണുള്ളത്. നമ്മളെ തൃശ്ശൂർ റൗണ്ടിൽ, അതായത് വടക്കേച്ചിറ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ ഇന്നിവിടെ വന്ന് നിൽക്കുന്നത്. വടക്കേച്ചിറ ബസ് സ്റ്റാൻഡിൽ ഒരു ബിഗ് പ്രൊജക്ട്, ഒരു വലിയ തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്തിന്റെ ഒരു വലിയ പ്രൊജക്റ്റാണ് നടന്നത്. 7 കോടിയുടെ ഒരു വലിയ പ്രൊജക്റ്റാണ് നടന്നത്. അത് കാണാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മളെ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്ക് ഇതിന്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മളെ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് ഈ ഒരു ഉദ്ഘാടനം മിസ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മളെ മുഖ്യമന്ത്രി പിണറായി സാറാണ് ഇത് നമ്മളെ സൂം എന്ന ആപ്പിൽ കൂടെയാണ് നമ്മളിത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് നമ്മളെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട്, അതായത് ഒരുപാട് പേർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള പ്ലാസ മോഡലുള്ള റെസ്റ്റോറൻ്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടില്ല, പിന്നീട് ഓപ്പൺ ആവും. അതുപോലെ തന്നെ ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം 20ഓളം ബസ്സുകൾ നമുക്ക് കയറി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും നമ്മുടെ കോർപ്പറേഷൻ്റെ വകയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വകയായിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ ചേട്ടന്മാരിരുന്നിട്ട് നമുക്ക് ഇവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ പരസ്യം കാണാനൊക്കെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഇതുപോലെ തന്നെ ഒരുപാട് വിഷയത്തിൽ നമുക്ക് ഇവിടുത്തെ ഇതുകളും ഒരുപാട് സാധനങ്ങൾ നമുക്ക് കവർ ചെയ്ത് പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിനി കവർ ചെയ്യാം. അപ്പോൾ നമ്മളെ ബസ്സിലെ ചേട്ടന്മാരെ റൂമാണ്, ഡ്രൈവറും നമ്മളെ ചേട്ടന്മാരുടെ റൂമും കാര്യങ്ങളൊക്കെയാണ് ബസ് ഡ്രൈവേഴ്സ് റൂം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടേക്ക് ബാത്റൂമിലേക്ക് പോകുന്ന ഒരു വ്യൂ ആണ് കേട്ടത്. ബാത്റൂമിലേക്ക് കയറുന്നുണ്ട്, ടോയ്ലറ്റ് അതേപോലെ തന്നെ ലേഡീസിൻ്റെ അപ്പുറത്താണ്, ജെൻസിൻ്റെ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അകത്തോട്ട് പോയിട്ട് അകത്തെ വിഷ്വലൊന്ന് നോക്കി നോക്കാം. എങ്ങനെയുണ്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ഈ ബസ് സ്റ്റാൻഡിൽ സ്ത്രീകൾക്ക് വേണ്ടി മെയിനായിട്ട് സേഫ്റ്റി ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ജെൻസിനും സ്ത്രീകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പെഷ്യലായിട്ടുള്ള ബാത്റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ മാത്രമല്ല ഡിസബിൾഡ് പേഴ്സൺസിന് സ്പെഷ്യലായിട്ടുള്ള ബാത്റൂമും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ നമ്മൾ ഈ ബാക്കിൽ കാണാനാണ് നമ്മളെ വെയിറ്റിംഗ് റൂമും കാര്യങ്ങളൊക്കെ, അതായത് ബസ് കാത്ത് നിൽക്കുന്നവർ ഇരിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല ഡ്രൈവേഴ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് ചെയ്യാൻ റൂമുണ്ട്. അതേപോലെ തന്നെ യാത്രക്കാർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള റൂം, വാഷ് റൂം, അതേപോലെ തന്നെ കുട്ടികൾക്ക് മുലയൂട്ടുന്ന സ്ത്രീകൾക്കുള്ള ഫീഡിംഗ് റൂം, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഹൈടെക് മാണ്ട രീതിയിൽ തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനിട്ട് നമ്മളെ വെയിറ്റിംഗ് റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ചെയറും കാര്യങ്ങളൊന്നും ഇല്ല, അതിന് ടൈം എടുക്കും തോന്നുന്നു. ഇപ്പോൾ അതൊക്കെ റെഡി ആയതിനു ശേഷം ഇതിനേക്കിലും നല്ല രസമായിരിക്കും. നമുക്കിവിടെ ഫാനും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് കൂടി വരുന്നുണ്ട്. നമ്മളെ തൃശ്ശൂർ സ്റ്റാൻഡിൻ്റെ ഒരു 10 കോടിയുടെ പ്രൊജക്റ്റാണ് കാത്തലിക് സിറിയൻ ബാങ്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്കിനി അത് വഴിയെ കാണാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വേറെ ഒരു സ്ഥലം കൂടി നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. നമ്മളെ തൃശ്ശൂർ ജില്ലയിൽ അന്തിക്കാട് എന്ന് പറയുന്ന അന്തിക്കാട് കുളത്തിനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത്. ഇനി ഇവിടെ നേരെ അങ്ങോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ അമ്പലം, വടക്കുന്നാഥൻ അമ്പലമാണ് ഈ കാണുന്നത്. തൃശ്ശൂർക്കാരുടെ എന്താ പറയുക, ഒരു സ്വകാര്യ സ്വത്ത് എന്നൊക്കെ പറയില്ലേ,
അതേപോലെ തന്നെ ഞങ്ങളുടെ സ്വന്തം അമ്പലമാണ് ഈ കാണുന്നത്. തേക്കിൻകാട് മൈതാനം 65 ഏക്കറാണ് ഈ തേക്കിൻകാട് മൈതാനം. തൃശ്ശൂരിൻ്റെ നടുക്കിലായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ മൊത്തം സിറ്റി കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ 9 ഏക്കറാണ് അമ്പലം ഇരിക്കുന്നത്. ബാക്കി 65 ഏക്കറും തേക്കിൻകാട് മൈതാനമാണ്. കേരളം ഉണ്ട്. പരശുരാമ മഴുവൻ്റാണ് കേരളം ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ കേരളം ഉണ്ടാക്കിയതിന് ശേഷം പരശുരാമൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ അമ്പലമാണ് ഞങ്ങളുടെ ഈ അമ്പലം. നമ്മുടെ ചേറ്റുപുഴ പാല എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതേപോലെ ചേറ്റുപുഴ പാല എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇവിടെ കണ്ട നമ്മുടെ വെള്ളപ്പൊക്ക സമയത്തൊക്കെ നമുക്കൊരു 5-5.5 അടിയോളം വെള്ളം ഇവിടെ ഉയർന്നുണ്ടായിരുന്നു കേട്ടോ. ടൈമിലൊക്കെ ഒരുപാട് വെള്ളം കയറിയ സ്ഥലമായിരുന്നു ഇത്. നമ്മളെ ടിപ്പറിലൊക്കെ ഉള്ള ഒരു വിഷ്വലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്ന്. നമ്മളെ ടിപ്പറൊക്കെ ഓടുന്ന ആൾക്കാരൊക്കെ ഇരുന്നിട്ട് അതൊക്കെ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. നമ്മളെ മനക്കൊടി ഭാഗമാണ് ഇത്, ചേറ്റുപുഴ പാലം. നമ്മളപ്പല്ലേ നമ്മൾ അന്തിക്കാട് കുളത്തിലേക്ക് പോണത് നമ്മളെ തൃശ്ശൂരിൽ നിന്ന് നമ്മളെ 15-18 കിലോമീറ്ററോളം ഈ അന്തിക്കാട് കുളത്തിലേക്ക് നമുക്ക് തൃശ്ശൂരിൽ നിന്നുണ്ട്. അപ്പോൾ കാഞ്ഞാണിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകുക. അതായത് മനക്കോടിന്ന് സ്ട്രൈറ്റ് കാഞ്ഞാണി റൂട്ട്. അവിടെ നിന്ന് പിന്നെ അതേപോലെ തന്നെ കാഞ്ഞാണിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് നമ്മൾ അന്തിക്കാട് കുളത്തിലേക്ക് പോണത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെയാണ്. അപ്പൊ നമുക്കിനി പോകും വഴിക്ക് കാണാനുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അവിടെ പാലം കാര്യങ്ങളൊക്കെ പ്രശ്നമായിട്ട് എടുക്കുക. കാഞ്ഞാണിയിൽ പെരുമ്പുഴ പാടത്ത് പാലം നമുക്ക് ഇത്തിരി പ്രശ്നങ്ങളായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് കണ്ട് എന്താണ് അവിടുത്തെ കാര്യങ്ങള്. ഇപ്പൊ ബസ്സും കാര്യങ്ങളൊക്കെ ഓടുണ്ടെങ്കിൽ തന്നെ പാലത്തിന്റെ ഇപ്പുറത്താണ് നിന്നിട്ട് ആൾക്കാരെ ഇറക്കിയിട്ട് അപ്പുറത്തുനിന്ന് വേറെ ബസ്സുകളും കാര്യങ്ങളും അവിടെ ഉണ്ടാവും. അവിടെ നിന്നാണ് നമ്മൾ കയറിയ യാത്രകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. കാരണം പാലം അത്രയും ഡേഞ്ചർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതുമ്പോൾ കൂടെ നമുക്ക് വലിയ ഹെവി വാഹനങ്ങളൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മളെ ഇപ്പൊ സാറുമാരായാലും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പൊ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇനി അവിടെ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അതുപോലെ തന്നെ ഈ പോണ വഴിയിൽ തന്നെ നമുക്ക് കപ്പൽ വള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നമ്മളെ കപ്പൽ പള്ളിയിട്ടാ നമ്മളെ സ്കൂള്. അതേപോലെ തന്നെ എറവ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര്. ഇത് ഒരു പള്ളിയാണ് ഈ കാണുന്നത് നമ്മളെ മുമ്പിൽ. അപ്പോ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാ നമുക്ക് ഇനി നേരെ കാഞ്ഞാണി. നമ്മളപ്പോഴേ നമ്മുടെ ഇവിടെ എത്തിയിട്ടാ കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെത്തി. അപ്പോൾ ഈ ബസ്സുകളൊക്കെ ഇങ്ങനെ നേരായിട്ട് കെടുക്കുന്നുണ്ടാ. എന്തോരം ബുദ്ധിമുട്ടുകളാണെന്നറിയ ആൾക്കാർ അനുഭവിക്കുന്നത്. ഈ വണ്ടിയൊക്കെ നമുക്ക് ലൈനിൽ ഓടുന്ന ബസ്സുകളാണ്. ഇവിടെ വരെയാണ് ഈ സ്റ്റോപ്പും കാര്യങ്ങളുള്ളൂ. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഓടുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ, ഇവിടെ നമ്മൾ നിർത്തിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ കടക്കും ഈ പാലത്തിന്റെ. ഞാനതിപ്പോ അങ്ങോട്ട് കാണിച്ചു തരാം. ആ പാലം എത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ നമുക്ക്. ഇതിന്റെ അപ്പുറത്തേക്ക് കടന്നതിന് ശേഷം അതേപോലെ തന്നെ അപ്പുറത്ത് ഇതേപോലെ തന്നെ വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മള് പാസഞ്ചേഴ്സ് അവിടെ നിന്ന് കയറിയിട്ടാണ് പിന്നെ പോവുക. കാരണം ഇവിടെ ഹെവി വാഹനങ്ങളൊന്നും ഈ പാടത്തുമ്പോൾ കൂടെ പാലത്തുമ്പോൾ കൂടെ പോകാൻ പറ്റില്ല. ബസ്സുകളും കാര്യങ്ങളൊക്കെ തിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പം ഉണ്ടാക്കിയെടുത്തതാണ് കുറച്ച് നാളുകളായിട്ട്. കാരണം ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ അതില്ലാണ്ട് നമുക്ക് നടക്കില്ലല്ലോ. കാരണം വണ്ടികളൊക്കെ ബസ്സുകളൊക്കെ വന്ന് തിരിച്ച് പോകണ്ടേ ഇവിടെ. അതുകൊണ്ട് ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഭയങ്കര അവസ്ഥയാണ്. ഇനിയിപ്പോൾ ഇത് അരിമ്പൂര് ഗ്രാമപഞ്ചായത്താണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കണ്ടില്ലേ ട്രാഫിക്കാണ് ഇവിടെയൊക്കെ, ഭയങ്കര ട്രാഫിക്കാണ്. ഇനിയിപ്പോൾ ആ വണ്ടികളൊക്കെ ഇങ്ങോട്ട് കടന്നു പോയതിനു ശേഷം മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. പാലം അപകടത്തിൽ ഭാരവാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ചെറിയ വാഹനങ്ങൾ, ലൈറ്റ് വെഹിക്കിൾ പാലത്തിന്റെ മധ്യഭാഗത്ത് കൂടെ മാത്രം കടന്നു പോകേണ്ടതാണ്. പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് ഇതിന്റെ ഇതൊക്കെ, അതാ ഇതിന്റെ ആൾക്കാരെ എഴുതി വെച്ചിട്ടുള്ളതാ. നമുക്കിനി അങ്ങോട്ട് കടക്കാം. ഈ ടൈമിൽ പിന്നെ ഇത്തിരി കണ്ട നമ്മളെ ബസ്സിലെ ചേട്ടന്മാരൊക്കെയാണ് അവിടെ നിന്നിട്ട് പറയുന്ന ട്രാഫിക് നിയന്ത്രിക്കുന്നത്. പാവം ചേട്ടന്മാര് എന്തോരം കഷ്ടപ്പാടുണ്ട് നോക്ക്. നമ്മളെ ചേട്ടന്മാരാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മളെ ശ്രീശങ്കര ബസ്സിലെ ചേട്ടനാണ് കണ്ടക്ടറിന് ഇവിടെ നിയന്ത്രിക്കുന്നില്ല. നമ്മളെ കാഞ്ഞാണി സിംല തിയേറ്റർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ റോഡൊക്കെ ഇത്തിരി മോശമായിട്ട് എടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സ്ലോ ആക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ട്രാഫിക് ഈവനിങ്ങിലൊക്കെ നല്ല ട്രാഫിക്കൊക്കെ വരുന്ന സമയമാണ്. ഇത് ബാറാണ് നമ്മളെ മുന്നിൽ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 4 മണിക്കൂർ സെൻറ്റർ എത്തും കാഞ്ഞാണി. അതായത് സ്റ്റാൻഡിലേക്കും നമ്മളെ മുല്ലശ്ശേരി ഭാഗത്തേക്ക് തിരിയുന്ന വഴിയും നേരെ പോണത് നമ്മളെ ചാവക്കാട്, അതായത് മുല്ലശ്ശേരി വഴി ചാവക്കാട് പോണത് ഇപ്പുറത്തുനിന്ന് നേരെ പോണതാണ് നമ്മളെ വാടനപ്പള്ളി റൂട്ട് കേട്ടോ.
നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് അന്തിക്കാട് വഴിയാണ് പോകേണ്ടത്. അന്തിക്കാട് തൃപ്പുരയാർ പെരിങ്ങോട്ടര വഴിയേക്കില്ലേ, ആ വഴിയിലേക്ക് നമുക്ക് തിരിയേണ്ടത്. അപ്പൊ നമ്മളെ കാഞ്ഞാണി സെന്റർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലോട്ടാണ് തിരിഞ്ഞു പോണത് അന്തിക്കാട് കുളം കാണാനായിട്ട്. അപ്പൊ നമ്മൾ അന്തിക്കാട് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് നേരെ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് വഴി, അതായത് ഇവിടുന്ന് ഇനിയിപ്പോ ലെഫ്റ്റിലോട്ടാണ് നമ്മൾ പോണത്. ഇതാണ് നമ്മൾ അന്തിക്കാട് സ്റ്റേഷൻ കേട്ടോ. അപ്പൊ ഇനി ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയിട്ടാണ് നമ്മൾ ഇനിയിപ്പോ കാർത്തിയായിനി ക്ഷേത്രക്കുളത്തിലേക്ക് നമ്മൾ പോണത്. ഇനിയിപ്പോ അന്തിക്കാട് കുളം എന്ന് പറയുന്നത് അവിടെ പോയിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ളത് എന്താണ് അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. കാരണം ഒരുപാട് പേർക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ഈ സ്ഥലമൊക്കെ. കാരണം ഇപ്പൊ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ പണ്ടത്തെ പോലെ ഓടി വന്ന് കാണാൻ നമുക്ക് എല്ലാവരും കൂടി നിന്ന് കാണാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇന്ന് ചൂസ് ചെയ്തിട്ടുള്ളത്, എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. നല്ല വ്യൂ ഒക്കെ ഉണ്ടല്ലേ, നല്ല കളർ ചെയ്ത് ഇരിക്കാനുള്ള സെറ്റപ്പും ചെടിയും കാര്യങ്ങളൊക്കെ എന്ത് രസമായിട്ട് വെച്ചിട്ടുള്ളത് നോക്കി. നല്ല രസത്തിലാണ് വെച്ചിട്ടുള്ളത് ഇവിടെ. അപ്പൊ നമ്മൾ അന്തിക്കാട് കുളത്തിലെത്തിയിരിക്കുകയാണ്. അന്തിക്കാട് കാർത്തിയാനി കുളം എന്ന് പറഞ്ഞു പോകാറോ. അപ്പൊ നമ്മളിവിടെ 1 കോടി രൂപ വരുന്ന പ്രൊജക്റ്റാണ് ഇതിപ്പോൾ കഴിഞ്ഞത്. 2 ദിവസം മുന്നായിരുന്നു ഇതിന്റെ ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞത്. നമ്മളെ കൃഷി മന്ത്രി സുനിൽകുമാർ സാറും അതുപോലെ തന്നെ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവത്സ സാറും ഇവിടുത്തെ നാട്ടുകാരും ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കുളം നമുക്ക് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദി. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു സീനറിയും ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഉള്ള ഒരു സ്ഥലം, അതായത് നമ്മളെ മറൈൻ ഡ്രൈവിലൊക്കെ നമ്മൾ നടക്കുമ്പോഴൊക്കെ അവിടെ കണ്ടിട്ടില്ലേ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പും കാണാനൊക്കെ ആയിട്ട്, ആ ഒരു ഫീലിങ്ങിലാണ് ഇവിടെ ഫുള്ള് നമുക്ക്. അതായത് ഈവനിങ്ങിലായാലും മോർണിംഗ് ആയാലും നമ്മളെ വ്യായാമം ചെയ്യാനായിട്ടും ഒരുപാട് പേർക്ക് നടന്ന് ഈവനിങ്ങിൽ നടക്കാൻ പറ്റിയൊരു സ്ഥലം. കുളത്തിൻ്റെ ഒരു 3 ഏരിയ, അതായത് 3 വശത്തും നമുക്ക് നടക്കാനുള്ള സ്പേസും കാണാനൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക്. അതുപോലെ തന്നെ ഇരിക്കാനും അതിനുള്ള സ്പെഷ്യലായിട്ട് പിന്നെ ഒരുപാട് ചെടികളും കാണാനൊക്കെ വെച്ച് നമുക്ക് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. നല്ലൊരു സീനറി എന്ന് പറഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷവും നല്ലൊരു സീനറിയും. അതുപോലെ തന്നെ കുളത്തിൽ കണ്ടില്ല അവിടെ ചെറിയ പിള്ളേർക്ക് നീന്തൽ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം. അതേപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺ ജിമ്മും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ. സ്കേറ്റിങ്, സൈക്ലിങ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. നീന്തൽ പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ട്. നമുക്ക് അവിടെ നോക്കിയാണ് കുറെ പേര് നീന്തണൊക്കെ ഉണ്ട് ആ സൈഡില്. നല്ലൊരു വൈബ് മൂടാണ് എല്ലാവരും. നല്ലൊരു വൈബ് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വൈബായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇവിടെ, നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സീനൊക്കെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിന്റെ അപ്പുറത്ത് കാണുന്നതാണ് നമ്മൾ അന്തിക്കാട് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിന് അപ്പുറത്ത് കാണുന്നത്, നേരെ ഓപ്പോസിറ്റ് കാണുന്നത്. അതിൻ്റെ അപ്പുറത്താണ് നമ്മളെ എക്സൈസ്, ഇപ്പോൾ നമ്മളെ എക്സൈസ് ഓഫീസാണ് നമ്മളെ. അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മളെ മൃഗാശുപത്രി. ഇതെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ ഈ കുളത്തിൻ്റെ അപ്പുറത്ത്. നമ്മൾ അമ്പലം എന്ന് പറയണത് ഈ വഴിയുടെ അപ്പുറത്താണ് അമ്പലം വരുന്നത്. അപ്പോൾ നല്ലൊരു വ്യൂ ആയിട്ടുള്ള നല്ലൊരു പോയിന്റാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഈവനിങ്ങിലൊക്കെ നല്ല പോലെ, അതായത് ഈ കൊറോണകളൊക്കെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നമുക്ക് ഈ ഒരു അന്തിക്കാട് കുളം എന്ന് പറയുന്നത്. കാർത്തിയാനി ക്ഷേത്രത്തിൻ്റെ കുളം നല്ലൊരു ഫേമസ് ആവും ഇനി ഭാവിയിൽ. കാരണം ഒരുപാട് പേർക്ക് ഇത് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒന്നും പറയാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. അത്രയും നന്നായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്, നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്.
ഇവിടെ വന്നിട്ട് നല്ല മഴ എന്ന് പറയുന്നത് ഒരു രക്ഷലേറ്റിൻ്റെ പണിയും മേട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇതിനും വലുത് കിട്ടാനില്ല. കാരണം നല്ലൊരു മഴ ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറേ വിഷലെടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പുറത്തേക്ക് ഇറങ്ങാൻ വരെ പറ്റാണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിവിടെ കാണിക്കാനുള്ള പോണ സ്ഥലം എന്ന് പറഞ്ഞാലേ ഈ കുളത്തിൽ നമുക്ക് ഓവർഫ്ലോ വരുന്ന ഒരു സ്ഥലമാണിത്. ഈ ഒരു പാർട്ടിലാണ് ഇവിടെയാണ് നമ്മൾ ഓവർഫ്ലോൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ കൂടി ഇട്ടിട്ടുണ്ട്. ഈ ഒരു കനാലിലേക്കാണ് നമ്മളെ ഈ ഒരു ഓവർഫ്ലോ പോണത്. വെള്ളം കാര്യങ്ങളൊക്കെ ഇപ്പം മഴ പെയ്തിട്ട് നല്ല കൂടിയിട്ട് നിൽക്കണേന്ന് തോന്നുന്നു. വെള്ളമൊക്കെ നന്നായി നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഇപ്പോൾ ഇവിടുന്ന്. നമുക്ക് പിന്നെ ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യുന്നത് നമ്മളെ കാർത്തിയാനി ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ്. നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന കുളം, ഈ അമ്പലത്തിൻ്റെ കുളമാണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കാണാനൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ബാക്കിയുള്ളത് പാറുജി പറയും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ അറിയിക്കണം. അതിനായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊളിച്ച് കളഞ്ഞേക്കണേ.